നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ മഴ ആരംഭിക്കുന്നു. ഞാൻ അസിത സഹീർ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഫസ്റ്റ് ഓൺ 24 FCRA നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. ദേശീയ ബഹുമതികളെ അപമാനിക്കുന്നത് തടയാനുള്ള നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള ബില്ലുകളാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റു ബില്ലുകൾ. PR അരവിന്ദ് ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. അരവിന്ദ്, FCRA വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കാൻ സാധ്യതയുള്ളതാണ്. അതോടൊപ്പം തന്നെ സമാന സ്വഭാവത്തിലുള്ള മറ്റു ചില ബില്ലുകൾ കൂടി പാർലമെന്റിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണല്ലോ അറിയുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ ചിത്രം? അസിത, ഈ മാസം 20-നാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കാൻ പോകുന്നത്. അതിനു മുൻപായാണ് ഈ വർഷകാല സമ്മേളനത്തിൽ വരാൻ സാധ്യതയുള്ള ബില്ലുകളുടെ ലിസ്റ്റ് ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറത്തുവിട്ടത്. എന്തായാലും FCRA നിയമ ഭേദഗതി ബില്ല് ഈ വർഷകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു എന്ന് തന്നെയാണ് ഈ ലിസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. FCRA നിയമ ഭേദഗതി ബില്ല് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ വലിയ വിവാദമായതിന് പിന്നാലെയാണ് FCRA നിയമ ഭേദഗതി ബില്ലിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോയത്. പിന്നാലെ CBC അടക്കം കഴിഞ്ഞ ആഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട് ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ആശങ്ക അറിയിക്കുമ്പോഴും ഈ ബില്ലുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. FCRA നിയമ ഭേദഗതി ബില്ല് ഒരുപക്ഷെ അവതരിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട ബില്ലുകളും ഇത്തവണ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയ ബഹുമതികളെ അപമാനിക്കുന്നത് തടയൽ നിയമ ഭേദഗതി ബില്ലാണ്. വന്ദേ മാതരത്തെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുവാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വന്ദേ മാതരത്തെ അപമാനിച്ചാൽ 3 വർഷം വരെ തടവ് ലഭിക്കുന്ന ക്രിമിനൽ കുറ്റകരമായി മാറും. ഇതുകൂടാതെ തന്നെ വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ 2025 കേന്ദ്ര സർക്കാർ ഈ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇത് കഴിഞ്ഞ തവണ പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും JPC അടക്കം വിടുകയും ചെയ്തിരുന്നു. ഒറ്റ റെഗുലേറ്ററിയിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സംവിധാനത്തെ കൊണ്ടുവരാനാണ് ഈ ബില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതുകൂടാതെ തന്നെ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലും ഈ പട്ടികയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ FCRA നിയമ ഭേദഗതി ബില്ലാണ് ഏറെ വിവാദമായി വലിയ രീതിയിൽ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഉണ്ടായത്. അത് വീണ്ടും അവതരിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നുവെന്ന് തന്നെയാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇന്ന് പുറത്തിറക്കിയ ഈ ലിസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. സംസ്ഥാനത്ത് തുടർച്ചയായ 4ാം ദിവസവും വൈദ്യുതി നിയന്ത്രണം. പ്രതിസന്ധി എപ്പോൾ പരിഹരിക്കാനാകുമെന്ന് പറയാനാകില്ലെന്നും ജനങ്ങൾ ഉപഭോഗം നിയന്ത്രിക്കണമെന്നും മന്ത്രി സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. പ്രതിസന്ധിക്ക് കാരണം വൈദ്യുതി മന്ത്രിയുടെ വിവരക്കേടെന്ന് മുൻ മന്ത്രി MM മണി 24-നോട് പറഞ്ഞു. മന്ത്രി സണ്ണി ജോസഫിനെ പരിഹസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി V ശിവൻകുട്ടിയും രംഗത്തെത്തി. വൈദ്യുതി നിയന്ത്രണം അടിയന്തര സാഹചര്യത്തിലെന്നാണ് മന്ത്രി സണ്ണി ജോസഫിന്റെ വിശദീകരണം. വൈദ്യുതി ഉപഭോഗം കൂടിയതും ഡാമുകളിൽ വെള്ളം കുറഞ്ഞതും തിരിച്ചടിയായി. ഉപഭോഗം നിയന്ത്രിക്കണമെന്ന് ജനങ്ങളോട് മന്ത്രിയുടെ ആഹ്വാനം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ജലസംഭരണികളിലെ ജലനിരപ്പ് 60% ഇപ്രാവശ്യം അത് പകുതിയിൽ താഴെ 28% കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപാദനത്തിലെ വലിയ കുറവ്, ഉപഭോഗത്തിലെ വലിയ വർധനവ്, ഇതാണ് പ്രതിസന്ധിയുടെ കാരണം. രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. അത്യാവശ്യങ്ങൾക്കെല്ലാം വൈദ്യുതി വേണം, എന്നാൽ അനാവശ്യമായ നമ്മളുടെ അലങ്കാര ലൈറ്റുകൾ ഒഴിവാക്കുക. വൈദ്യുതി കുറവെങ്കിൽ കാശ് കൊടുത്തു വാങ്ങുകയാണ് വേണ്ടതെന്ന് മുൻ വൈദ്യുതി മന്ത്രി MM മണി. മന്ത്രിക്ക് വിവരക്കേടെന്നും പരിഹാസം. താപനിലയത്തിൽ നിന്ന് കിട്ടുമെന്ന് വൈദ്യുതി പൈസ കൊടുത്താൽ മതി. ജനങ്ങൾ പൈസ കൊടുത്തോളൂല്ലോ, ചുമ്മാതല്ല, ഔദാര്യമല്ലല്ലോ. അങ്ങേരാണ് അങ്ങയുടെ വിവരക്കേടാ. അത് തന്നെ. മലപ്പുറം തിരൂരിൽ പരിയാരം KCBയിൽ മെഴുകുതിരി കത്തിച്ച് DYFI പ്രതിഷേധിച്ചു. വൈദ്യുതി തടസ്സത്തെ തുടർന്ന് ലോകകപ്പ് ഫുട്ബോൾ മത്സരം കാണാൻ കഴിയാത്തതിൽ തൃശൂർ അന്നമനടയിൽ KCB ഓഫീസിന് നേരെ ആക്രമണമുണ്ടായി. സംഭവത്തിൽ 5 പേർ അറസ്റ്റിലായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മതപരമായ ചടങ്ങുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം ധരിച്ചു പങ്കെടുക്കരുത് എന്ന DGPയുടെ സർക്കുലർ നടപ്പാക്കുന്നത് തടഞ്ഞ് ഹൈക്കോടതി. സർക്കുലറിൽ പരിശോധിക്കേണ്ട വിഷയങ്ങളുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സർക്കുലർ നടപ്പാക്കുന്നത് 1 മാസത്തേക്കാണ് ഇപ്പോൾ തടഞ്ഞിട്ടുള്ളത്. IAS ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല നൽകി ഉത്തരവിറക്കി സർക്കാർ. കായിക വകുപ്പ് സെക്രട്ടറി N പ്രശാന്തിന് മൃഗശാല, മ്യൂസിയം, പുരാവസ്തു വകുപ്പിന്റെ ചുമതല കൂടി നൽകി. ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഷർമിള മേരി ജോസഫിന് ആയുഷ് വകുപ്പിന്റെ അധിക ചുമതല. K ഇമ്പശേഖരനെ ജല അതോറിറ്റി MD സ്ഥാനത്ത് നിന്ന് മാറ്റി സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായി നിയമിച്ചു. S പ്രേംകൃഷ്ണൻ ജല അതോറിറ്റിയുടെ പുതിയ MD-യാകും. R ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് പൂർണ്ണമായ രൂപം?
സമരം ചെയ്ത മുഴുവൻ നഴ്സുമാരെയും തിരിച്ചെടുക്കാൻ തയ്യാറെന്ന തൃശൂർ അമല ആശുപത്രി. എന്നാൽ അവർ മുൻപ് ജോലി ചെയ്ത അതേ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ലെന്നും വിശദീകരണം. ആശുപത്രിയുടെ അകത്തേക്ക് വരെ സമരം നീളുന്ന സാഹചര്യം ഉണ്ടായതിനാലാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് ആശുപത്രി അസോസിയേറ്റ് ഡയറക്ടർ ആന്റണി മണ്ണുമ്മേൽ 24-നോട് പറഞ്ഞു. നമ്മളൊരു ഫ്ലാഷ് ന്യൂസ് കണ്ടേ, അതിലിപ്പോ ജോലിക്കാരെ തിരിച്ചെടുക്കാതിരിക്കുന്ന തർക്കത്തിൽ എന്നൊരു കാര്യം പറഞ്ഞു. ഓക്കെ, അതിൽ ഞങ്ങളുടെ സൈഡിലേക്ക് പറയാനായിട്ടുള്ള ഇത്രേ ഉള്ളൂ. 259 പേരിനെ ഓരോ ദിവസം 50-100 പേരിനെ വെച്ചാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചു കയറ്റാൻ. ഞങ്ങൾക്ക് ഓരോ വാർഡ് തുറന്നിട്ടാണ് അതിന്റെ ഉള്ളിലേക്ക് ആൾക്കാരെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളൊരു 1.5 വീക്കിന്റെ ഉള്ളിൽ തുറക്കാനേ സാധിക്കുള്ളൂ. ആ രീതിയിൽ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 260 പേരെ വിളിച്ചതില് 13 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അവര് പറയുന്നത് അവര് എവിടെയായിരുന്നോ ജോലി ചെയ്തിരുന്നത് അവിടെ തന്നെ കയറാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ഇഷ്യൂ. അതായത് അത് മാനേജ്മെന്റിന്റെ ഒരു ഫ്രീഡം ആണ് എവിടെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളത്. അതായത് നഴ്സായിട്ട് തന്നെയാണ് ഞങ്ങൾ അപ്പോയിന്റ് ചെയ്യുക. ഞങ്ങള് CICയിലുള്ള ആളിനെ വേറൊരു ICUലായിരിക്കും അപ്പോയിന്റ് ചെയ്യുക. കാരണം 3 മാസത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ കുറെ ഷിഫ്റ്റുകൾ വരുത്തി. അത് ഞങ്ങളുടെ ഒരു ഓപ്പറേഷണൽ തിങ് മാത്രമാണ്. അതാണ് അവരുടെ ഇപ്പോഴത്തെ ഇഷ്യൂ. ചെയ്യേണ്ട ജോലി നഴ്സിംഗ് ആണ്, അതിലൊരു മാറ്റമില്ല. സാലറി ഓഫർ ചെയ്ത് കൊടുക്കും, ബാക്കി കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇന്ന് അവര് ചെയ്തത് ഒരു 9 മണി കഴിഞ്ഞപ്പോ 500 പേര് ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് കയറി വന്നു. എന്നിട്ട് വരാന്തയിൽ ഇരുന്ന് ഉപരോധിച്ചു. അങ്ങനെ പേഷ്യൻസിനും അവർക്കൊക്കെ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കി. എന്നിട്ട് ഇപ്പോ അവര് ഇറങ്ങിപ്പോയിട്ടെന്ന് പറഞ്ഞ ക്യാമ്പസിൽ തന്നെ ഉണ്ട്. അവര് രാത്രി എന്താ ചെയ്യാന്നൊന്നും അറിയില്ല. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പ്രിയദർശിനി ബസ് തടഞ്ഞു. KSRTC ബസ് ജീവനക്കാരെ അസഭ്യം പറഞ്ഞതായി പരാതി. വൈകി ഓടുന്നുവെന്ന് ആരോപിച്ചാണ് ബസ് തടഞ്ഞത്. വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, സ്വകാര്യ ബസ് പ്രിയദർശിനി യാത്ര ആരംഭിച്ചതിന് പിന്നാലെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണോ ആക്രമണം, അങ്ങനെ വ്യാഖ്യാനിക്കാമോ? അസദ, ചുങ്കപ്പാറയിൽ നിന്ന് മല്ലപ്പള്ളിയിലേക്ക് പോകുന്ന KSRTC ബസ്സാണ് സ്വകാര്യ ബസ് ജീവനക്കാർ തടഞ്ഞത്. കോട്ടയം റാന്നി റൂട്ടിൽ സർവീസ് നടത്തുന്ന ധന്യ ബസ്സിലെ ജീവനക്കാരാണ് തടഞ്ഞത്. ബസ് തടഞ്ഞു നിർത്തി KSRTC ജീവനക്കാരെ അസഭ്യം പറഞ്ഞു എന്നാണ് ആരോപണം. എന്തായാലും ഈ ബസ് വൈകിയാണ്, ഈ പ്രിയദർശിനി ബസ് വൈകിയാണ് എത്തിയത്. അതുപോലെ തന്നെ സമയം തെറ്റി ഓടുന്നത് കൊണ്ട് തന്നെ തങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബസ് തടഞ്ഞു നിർത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. നടു റോഡിലാണ് പ്രൈവറ്റ് ബസ് നിർത്തി അസഭ്യം പറയുകയും ബസ് തടയുകയും ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രിയദർശിനി ബസ് ഇറങ്ങിയതിനു ശേഷം ഈ സ്വകാര്യ ബസ് ജീവനക്കാരുമായി നിരന്തരമായി പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ ഇവിടെ പത്തനംതിട്ടയിൽ നടന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ PSCയുടെ ഒളിച്ചുകളി. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും മാർക്ക് നൽകാൻ കഴിയില്ലെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടി. രേഖകൾ നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെയാണ് PSCയുടെ നടപടി. പരീക്ഷാ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് സംഘം PSC ആസ്ഥാനത്തെത്തി. PSCയുടെ വിശ്വാസ്യത എന്തിനു മേലെയാണ്? വസ്തുത അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടത് കമ്മീഷന്റെ കൂടി ആവശ്യകതയാണ്. അതിനാൽ ഏത് അന്വേഷണങ്ങൾക്കും സഹകരണം ഉണ്ടാകുമെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന PSC ബോർഡ് യോഗത്തിന്റെ തീരുമാനം. എന്നാൽ പരീക്ഷയുടെ വിവരങ്ങൾ നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടും ഒളിച്ചു കളിക്കുകയാണ് PSC. ആസൂത്രണ ബോർഡ് പരീക്ഷയിലെ അഭിമുഖത്തിന്റെയും എഴുത്തുപരീക്ഷയുടെയും മാർക്ക് വിവരങ്ങൾ നൽകണമെന്ന ഉദ്യോഗാർത്ഥികൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടെങ്കിലും നൽകാനാകില്ലെന്നാണ് മറുപടി. റാങ്ക് പട്ടിക നിലവിൽ വന്നിട്ടില്ലാത്തതിനാൽ നിയമപരമായി വിവരങ്ങൾ നൽകുവാൻ തടസ്സമുണ്ടെന്നാണ് PSCയുടെ വിശദീകരണം. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ ഓരോ ഘട്ടത്തിലും മലക്കം മറിയുന്ന ഇടപെടലാണ് PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകണമെന്ന കമ്മീഷന്റെ ഉത്തരവുണ്ടായിട്ടും വീണ്ടും പരീക്ഷാ ക്രമക്കേട് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. പരീക്ഷയുടെ വിവരങ്ങൾ നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനും PSC തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് അന്വേഷണ സംഘം PSC ആസ്ഥാനത്തെത്തി പരിശോധന നടത്തി. കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ട് PSC ചെയർമാന് അന്വേഷണ സംഘം കത്തും കൈമാറി. 24 തിരുവനന്തപുരം. പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ എതിർത്തും അനുകൂലിച്ചും കോൺഗ്രസിൽ പോര്. ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് നൽകിയ പരിഗണനയെങ്കിലും KSU സംസ്ഥാന അധ്യക്ഷന് നൽകണമെന്നാണ് കോൺഗ്രസ് വക്താവ് VR അനൂപിന്റെ വിമർശനം. സംഘപരിവാർകാരനെ ഗവൺമെന്റ് പ്ലീഡറാക്കിയതിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലെന്ന് CPIM കുറ്റപ്പെടുത്തി. ഈ ലിസ്റ്റ് അവരുടെ രണ്ടുപേരുടെയും പേര് ഇതിനകത്തുണ്ട്. ഈ
വിവാദമായ 2 പേരുടെയും പേര്. ഇവർ ഈ ലിസ്റ്റ് തന്നതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ അവരെ പരിശോധിച്ചത്. ലിസ്റ്റിൽ തന്ന പലരും വന്നിട്ടുണ്ട്, ചിലർ വന്നിട്ടില്ല. ഞങ്ങൾ അതിനെക്കുറിച്ചുള്ളൊരു പരിശോധന നടത്തിയിട്ടാണ്, അവരുടെ പശ്ചാത്തലം കൂടി പരിശോധിച്ചിട്ടാണ് അവരെ നിയമിച്ചത്. ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദം KSU ഉൾപ്പെടെ ഉയർത്തിയപ്പോൾ VD സതീശൻ നടത്തിയ ഈ പ്രതികരണമാണ് കോൺഗ്രസിൽ ചർച്ചയായത്. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അമർഷമുണ്ട്. ഹിന്ദു ഐക്യവേദി നേതാക്കളായ KP ശശികലയോടും RV ബാബുവിനോടും കാണിച്ച അനുഭാവപൂർവമായ സമീപനം അലോഷ്യസ് സേവ്യറിനോടും PM നിയാസിനോടും കാണിച്ചുകൂടെ എന്നാണ് KPCC വക്താവ് VR അനൂപിന്റെ പ്രതികരണം. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ അലോഷ്യസ് സേവ്യറിന് മുഖ്യമന്ത്രിയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് VR അനൂപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംഘപരിവാറുകാരനെ ഗവൺമെന്റ് പ്ലീഡറാക്കിയതിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല എന്ന് CPIM കുറ്റപ്പെടുത്തി. അദ്ദേഹം ലോയേഴ്സ് കോൺഗ്രസ് നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ നിയമിച്ചതെന്ന് പറയാൻ വേണ്ടി അതിൻ്റെ ലെറ്റർ പാഡുമായിട്ടാണ് പത്രസമ്മേളനത്തിൽ വന്നത്. ഇത് സത്യപ്രതിജ്ഞ ലംഘനമല്ലേ? ഭീതിയോ പ്രീതിയോ സ്വജനപക്ഷപാതമോ ഒന്നുമില്ലാതെ നീതിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുകയാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദും രംഗത്ത് വന്നു. കുത്തിത്തിരിപ്പുകളുടെ അംബാസിഡർമാരായി KSU നേതാക്കൾ മാറുന്നുവെന്നും നിജേഷ് വിമർശിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. KSUവിനെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി VD സതീശനെ പരോക്ഷമായി വിമർശിച്ച് KPCC വക്താവ് ജിൻഡോ ജോൺ വന്ന വഴികളും കൈപിടിച്ച മനുഷ്യരും വെറും ചവിട്ടുപടികൾ മാത്രമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലങ്ങൾ ആണല്ലോ എന്നും വിമർശനം. മുഖ്യമന്ത്രി VD സതീശനെതിരെ പരസ്യ പ്രതിഷേധവുമായി NSS. ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്ക് കൂടിക്കാഴ്ച അനുവദിക്കാത്തതിൽ കള്ളം പറഞ്ഞെന്നാരോപിച്ച് NSS തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. G സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യവുമായാണ് പ്രതിഷേധമെന്നും പരിപാടിയിൽ രാഷ്ട്രീയമില്ലെന്നും NSS നേതൃത്വം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിർമ്മിച്ച മന്നം സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവേ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും G സുകുമാരൻ നായർക്കെതിരെ പരോക്ഷ വിമർശനം നടത്തിയിരുന്നു. പെരുന്ന ശുദ്ധീകരിക്കപ്പെടുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന. G സുകുമാരൻ നായർക്കെതിരായ അപവാദ പ്രചാരങ്ങൾക്കെതിരെയായിരുന്നു അംഗങ്ങളുടെ പ്രതിഷേധം. ജനറൽ സെക്രട്ടറിക്ക് കൂടിക്കാഴ്ച അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി VD സതീശന്റെ പരാമർശത്തിലും കടുത്ത പ്രതിഷേധമാണ് NSS തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ ഭാഗത്തു നിന്നുയർന്നത്. പലരുടെയും പരാമർശം നായർ സർവീസ് സൊസൈറ്റി എന്നുള്ള സംഘടനയ്ക്ക് ഇന്ന് യാതൊരു പ്രാധാന്യവുമില്ല. ഇത് നമ്മൾ പുറകോട്ട് നോക്കിയാൽ കാണാം, ഒരു 24 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം നഗരത്തില് നായർ സമുദായ അംഗങ്ങളെ ഇത്രയും പേരെ നമുക്ക് അണി ചേർക്കാൻ സാധിച്ചുവെങ്കിൽ അത് തന്നെയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ശക്തി. ഞങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സമുദായ അംഗങ്ങൾ കേൾക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നവരൊന്നും യാതൊരു കാര്യവും അറിഞ്ഞുകൂടാതെയാണ്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ അവസാനിച്ച ഐക്യദാർഢ്യ റാലിയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. NSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 24 തിരുവനന്തപുരം. മെഡിക്കൽ കരിയറിലേക്ക് ഒരു സുവർണാവസരം. 24 സ്റ്റഡി അബ്രോഡ് അവതരിപ്പിക്കുന്ന 24 ഇന്റർനാഷണൽ മെഡിക്കൽ എക്സ്പോ 2026 ജൂലൈ 21 കൊച്ചിയിലും ജൂലൈ 23 കോഴിക്കോടും നടക്കുന്നു. MBBS, നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾക്കായി ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ബോസ്നിയ, അൽബേനിയ എന്നീ രാജ്യങ്ങളിലെ പഠനാവസരങ്ങളെക്കുറിച്ച് വിദഗ്ധരിൽ നിന്ന് നേരിട്ട് അറിയാം. നീറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും യോഗ്യതയനുസരിച്ച് അപേക്ഷിക്കാം. IELTS ആവശ്യമില്ല. പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഹൈ വിസ സക്സസ് റേറ്റ് കൂടാതെ ജർമ്മനി, ഓസ്ട്രിയ പാത്വേ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കും. കോഴ്സ് ഫീസ് വർഷം 3 ലക്ഷത്തിൽ നിന്ന് ആരംഭിക്കുന്നു. സീറ്റുകൾ പരിമിതമാണ്. ജൂലൈ 21 രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ 24 സ്റ്റഡി അബ്രോഡ് ഓഫീസ് ഇൻസൈറ്റ് മീഡിയ സിറ്റി വെണ്ണല കൊച്ചി ഓഫീസിലും, ജൂലൈ 23 രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ 24 സ്റ്റഡി അബ്രോഡ് ഓഫീസ് സരോവരം മിനി ബൈപ്പാസ് കോഴിക്കോടും. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് 9001 9001 56 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 8000 8001 20 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം കടുപ്പിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ സമരവേദിയിലെത്തി പിന്തുണ പ്രഖ്യാപിച്ചു. സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് അഭ്യർത്ഥിച്ചു. അതിനിടെ നിരാഹാരം തുടരുന്ന സോനം വാങ്ചുകിന്റെ ആരോഗ്യനില ദിവസേന പരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകി.
പരിസ്ഥിതി വിദ്യാഭ്യാസ അവകാശ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം 19ാം ദിവസത്തിലാണ്. സമരവേദിയിലെത്തിയ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. ധർമ്മേന്ദ്ര പ്രധാന് പകരം സോനം വാങ്ചുക്കിനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കണമെന്ന് കേജ്രിവാൾ ആവശ്യപ്പെട്ടു. दूसरी बात, एक तरफ धर्मेंद्र प्रधान का इस्तीफा तो होना ही चाहिए, लेकिन मेरी प्रधानमंत्री जी से निवेदन है और देश के 140 करोड़ लोग चाहते हैं कि धर्मेंद्र प्रधान की जगह सोनम वांगचुक को देश का शिक्षा मंत्री बनाया जाए. അതേസമയം നിരാഹാര സമരം സോനം വാങ്ചുക്ക് അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു. വ്യക്തികളെ അപകടത്തിലേക്ക് തള്ളിവിട്ടല്ല രാഷ്ട്രീയ വഴി സ്വീകരിക്കേണ്ടതെന്ന് കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗ്വി എക്സിൽ കുറിച്ചു. എന്നാൽ സോനത്തെ രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ കമന്റുകൾ നിറയുകയാണ്. അതിനിടെ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില ദിവസേന പരിശോധിക്കാനും ആവശ്യമായ അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കാനും കേന്ദ്ര സർക്കാരിന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകി. 24 ഡൽഹി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി അർബൻ ഗ്രാമീൺ സൊസൈറ്റി പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയുടെ സഹായധനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. അർബൻ ഗ്രാമീൺ സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് മന്ത്രി എൻ ഷംസുദ്ദീന്റെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശന് തുക നൽകിയത്. DCC വൈസ് പ്രസിഡന്റ് ഫിറോസ് ബാബു, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗിരീഷ് ഗുപ്ത, ഷെരീഫ് തുടങ്ങിയവരും പങ്കെടുത്തു. കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ UGS ഗ്രൂപ്പ് എപ്പോഴും മുന്നിലുണ്ടാകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. മ്യാൻമറിൽ യാത്രാ ബോട്ട് മുങ്ങി 500-ലേറെ പേർ മരിച്ചെന്ന് റിപ്പോർട്ടുകൾ. റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മേഖലയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ സമുദ്ര ദുരന്തമെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. മരണസംഖ്യ ഉയർന്നേക്കുമെന്നും UN വ്യക്തമാക്കി. ജൂൺ അവസാന വാരത്തോടെ മ്യാൻമറിലെ റാഖൈൻ സംസ്ഥാനത്ത് നിന്നാണ് 2 ബോട്ടുകളും യാത്ര തിരിച്ചത്. അയൽരാജ്യമായ ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നുള്ളവരും ബോട്ടുകളിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികൾ നൽകുന്ന വിവരമനുസരിച്ച് 250-ലധികം യാത്രക്കാരുമായി പുറപ്പെട്ട ആദ്യ ബോട്ടുമായുള്ള ബന്ധം യാത്ര തിരിച്ച ഉടൻ തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. രണ്ടാമത്തെ ബോട്ട് ഈ മാസം 8-ന് മ്യാൻമറിലെ ഇരാവതി തീരത്തിനടുത്ത് വെച്ച് കടലിൽ മുങ്ങുകയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയുള്ള സമയത്താണ് ബോട്ടുകൾ യാത്ര തിരിച്ചത്. കനത്ത മഴയും വെള്ളപ്പൊക്കവുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് വിവരം. സംഭവത്തിൽ ആശങ്കയുണ്ടെന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയും ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഹൈക്കമ്മീഷണറും അറിയിച്ചു. 2017-ൽ മ്യാൻമർ സൈന്യം റാഖൈൻ സംസ്ഥാനത്ത് നടത്തിയ വംശീയ ആക്രമണങ്ങളെ തുടർന്നാണ് റോഹിംഗ്യൻ അഭയാർത്ഥി പ്രതിസന്ധി രൂക്ഷമാകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, നീറ്റ് UG പുനഃപരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 11.21 ലക്ഷം വിദ്യാർത്ഥികൾ യോഗ്യത നേടിയിട്ടുണ്ട്. 20 ലക്ഷത്തോളം വിദ്യാർത്ഥികളായിരുന്നു പരീക്ഷ എഴുതിയത്. യോഗ്യത നേടിയവരിൽ 58% പെൺകുട്ടികളാണ് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. നീറ്റ് UG പുനഃപരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിരവധി വിദ്യാർത്ഥികൾ കാത്തിരുന്ന പരീക്ഷാ ഫലം കൂടിയാണ് ഇത്. ആദ്യം പരീക്ഷ റദ്ദാക്കിയ സാഹചര്യവും പിന്നീട് പുനഃപരീക്ഷ നടന്ന സാഹചര്യവും ഒക്കെ നമുക്കറിയാം. എന്തായാലും ആ പരീക്ഷാ ഫലം ഇപ്പോൾ വന്നിരിക്കുന്നു. അതിൽ യോഗ്യത നേടിയവരിൽ 58%-ലധികം പെൺകുട്ടികളാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അരവിന്ദ് ചേരുകയാണ്. അരവിന്ദ്, കാത്തിരുന്ന റിസൾട്ടാണത്. ഒരുപാട് വിദ്യാർത്ഥികളുടെ നാളുകളായുള്ള കാത്തിരിപ്പ്, പരിശ്രമമൊക്കെയാണല്ലേ? അഥവാ നീറ്റ് UG പുനഃപരീക്ഷാ ഫലമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നീറ്റ് UG പരീക്ഷ നടക്കുകയും പിന്നീട് അതിന്റെ പരീക്ഷ ചോർന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് പുനഃപരീക്ഷ നടത്തുകയായിരുന്നു. ഒരു 20 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതിയത്. ഇപ്പോൾ 11.21 ലക്ഷം വിദ്യാർത്ഥികൾ ഈ പരീക്ഷയിൽ യോഗ്യത നേടി എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. യോഗ്യത നേടിയതിൽ 58%-ലധികം പെൺകുട്ടികൾ എന്ന പ്രാഥമിക വിവരം ഈ ഘട്ടത്തിൽ വരുന്നു. നമുക്കറിയാം, നീറ്റ് UG പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ വിവിധ കോണിൽ ഇപ്പോഴും തുടരുന്നൊരു വേള വേളയാണ്. CJP അടക്കം ഇപ്പോഴും ജന്തർ മന്ദറിൽ ഈ വിഷയം ഉയർത്തി പ്രതിഷേധിക്കുന്ന ഒരു വേളയിൽ കൂടിയാണ് ഈ പുനഃപരീക്ഷാ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും പരീക്ഷാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 11 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ ഇപ്പോൾ യോഗ്യത നേടിയിട്ടുണ്ട്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ പരീക്ഷ എഴുതിയത് 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളായിരുന്നു. പക്ഷേ പുനഃപരീക്ഷ നടത്തിയപ്പോൾ 2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എഴുതിയില്ല എന്ന് തന്നെ NTA വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിലായിരുന്നു ഈ പുനഃപരീക്ഷ അടക്കം നടന്നിരുന്നത്. വ്യോമസേന
അടക്കം ഉപയോഗിച്ചുകൊണ്ട് ചോദ്യപേപ്പറുകൾ എത്തിക്കുകയും കനത്ത പരിശോധനയിലും അതുപോലെ തന്നെ സുരക്ഷയിലും നടത്തിയിരുന്നു. പക്ഷേ ഈ ചോദ്യപേപ്പറിലടക്കം പിന്നീടും പിഴവ് ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിന് അധികം മാർക്കെല്ലാം നൽകാൻ NTA തീരുമാനിക്കുകയും ചെയ്തു. അല്പസമയം മുമ്പാണ് ഈ അന്തിമ ഉത്തര സൂചിക പ്രഖ്യാപിച്ചത്. തൊട്ടു പിന്നാലെ തന്നെ നീറ്റ് UG പുനഃപരീക്ഷയുടെ ഫലവും ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അസിത. ഓക്കെ, അരവിന്ദ് PR ആണ് വിവരങ്ങൾ നൽകിയത്. നീറ്റ് UG പുനഃപരീക്ഷയുടെ ആ റിസൾട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തായാലും യോഗ്യത നേടിയവരിൽ പകുതിയിലധികം പെൺകുട്ടികളാണെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതിന്റെ പൂർണ്ണമായ ഫലം അല്പസമയത്തിനകം തന്നെ പരീക്ഷാർത്ഥികളിലേക്ക് എത്തുകയും ചെയ്യും. വിവരങ്ങൾ നൽകുകയായിരുന്നു അരവിന്ദ് PR. വാർത്താ മഴ ഇതോടെ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.